നമസ്കാരം. 2026 മെയ് 3 മുതൽ മെയ് 9 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. ആത്മവിശ്വാസവും തീരുമാനക്ഷമതയും ഉയർന്ന നിലയിൽ ഉണ്ടാകും. മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പ്രവർത്തന മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. മേലധികാരിയുടെ ശ്രദ്ധ, അംഗീകാരം എന്നിവ ലഭിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. പങ്കാളിത്ത വിഷയങ്ങളിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വരുമാനവും ചിലവും ഒരുപോലെ ഇരിക്കും. ശുഭ ചിലവുകളും ഉണ്ടാകാം. നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ നല്ല സമയമല്ല. പഴയ കടങ്ങൾ തീർക്കാനാകും. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സഹിഷ്ണുത ആവശ്യമാണ്. കണ്ണ് സംബന്ധമായ രോഗങ്ങളോ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ, ധ്യാനം എന്നിവ ഗുണകരമാണ്. കുടുംബത്തെ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സ്ഥിരതയും സമാധാനവും ലഭിക്കുന്ന വാരമാണ്. ജീവിതത്തിൽ പല മേഖലയിലും സമത്വം നിലനിർത്താനാകും. ഉള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും. വിദേശ വിപണനം സാധ്യമാകും. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും. ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനും അപ്രതീക്ഷിത ധനനേട്ടങ്ങൾക്കും ഇടയാകും. നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നായാലും നല്ല പിന്തുണ ലഭിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരാം. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതിനും പേശീവേദന എന്നിവയും ഉണ്ടാകാം. വിശ്രമവും ഭക്ഷണ ക്രമീകരണങ്ങളും പാലിക്കുക. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കും. പല കാര്യങ്ങളിലും വ്യക്തതയില്ലാത്ത അവസ്ഥ. പ്രധാന തീരുമാനങ്ങൾക്ക് ഇനിയും കാത്തിരിക്കുക. തൊഴിൽ രംഗത്തും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ കുറയും. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. ധനമിടപാടുകളിൽ ജാഗ്രത പുലർത്തണം. ഇപ്പോൾ കടമെടുക്കൽ ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ ആത്മസംയമനം പാലിക്കുക. വാക്കുകൾക്ക് നിയന്ത്രണം ഉണ്ടാകണം. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആശയവിനിമയം ആവശ്യമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനും ഉത്കണ്ഠ, ഉറക്കക്കുറവ് എന്നിവയും ഉണ്ടാകാം. ആത്മീയ പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിനെ ശാന്തമാക്കുക. ശാസ്താവിന് എള്ളുപായസം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ മാനസികമായ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ചിന്തകൾ വർദ്ധിക്കുന്നതിനും ആശങ്കകളും ഉണ്ടാകും. ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ടു പോവുക. കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ജോലി സ്ഥിരത കുറയുന്നത് പോലെ തോന്നാം. എന്നാൽ സഹപ്രവർത്തകരുടെ സഹായത്തോടെ കാര്യങ്ങൾ ഭേദപ്പെടുന്നതാണ്. ധനവരവ് ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ടത്. കുടുംബജീവിതത്തിൽ സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. വീട്, ഭൂമി, വാഹനം എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കുന്നതിനും അവരുമായി യോജിച്ചു പോകാനും ആകും. പനി, പകർച്ചവ്യാധികൾ, അലർജി പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം.
അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. നവഗ്രഹ പൂജ ഉത്തമമാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും വിജയത്തിലേക്ക് നയിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പ്രമോഷൻ, ശമ്പള വർധനവ് തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് ലാഭവർധനവ് ഉണ്ടാകും. പലരും നിങ്ങളെ മാതൃകയാക്കും. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതാണ്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. നിക്ഷേപങ്ങൾ ഗുണകരമായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ്. അച്ഛനമ്മമാരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശമനമുണ്ടാകുമെങ്കിലും ശാരീരിക ക്ഷീണം ഉണ്ടായേക്കാം. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. ജോലിഭാരം വർദ്ധിക്കും. എന്നാൽ കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. എന്നാൽ കന്നിരാശിക്കാരുടെ കൃത്യതയും പ്രായോഗിക ചിന്തയാൽ മുന്നോട്ട് നയിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. ആശയവിനിമയം മെച്ചപ്പെടുത്തി എടുക്കേണ്ടതാണ്. ക്ഷമയും സഹിഷ്ണുതയും പാലിക്കുന്നത് നന്നായിരിക്കും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. അസിഡിറ്റി ഉണ്ടായേക്കാം. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശനിയാഴ്ച ദിവസം ശാസ്താവിന് എള്ളുപായസവും സമർപ്പിക്കുക. തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. സാമൂഹ്യ ബന്ധങ്ങൾ വർദ്ധിക്കുകയും സൗഹൃദങ്ങൾ വികസിപ്പിച്ചെടുക്കാനും ആകും. കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ സഹകരണത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണ്. പുതിയ പങ്കാളിത്ത ബിസിനസ്സുകളും ഉണ്ടാകുന്നതിനും കരാറുകളിൽ ഒപ്പുവെക്കാനും ആകും. സൃഷ്ടിപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ്. സ്ഥിരതയുള്ള വരുമാനം ഉണ്ടാകും. നിക്ഷേപങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പുതിയ ബന്ധങ്ങൾ വന്നു ചേരും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. രോഗപ്രശ്നങ്ങൾക്കെല്ലാം ഒരു ആശ്വാസമുണ്ടാകുമെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുക. മഹാദേവന് ധാര ഉത്തമമാണ്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ മാറ്റങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. എന്നാൽ മനോധൈര്യവും സഹനശേഷിയും കൊണ്ട് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനാകും. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സ്ഥലം മാറ്റം, ജോലി മാറ്റം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും. ചിലർക്ക് ചില വെല്ലുവിളികളെ നേരിടേണ്ടതായി വന്നേക്കാം. ബിസിനസ് ചെയ്യുന്നവർ പുതിയ കരാറുകൾ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യുക. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അപ്രതീക്ഷിത ധനച്ചിലവുകൾ വന്നു ചേരും. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. കുടുംബജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. എന്നാൽ മാനസിക സംഘർഷങ്ങളും ഉണ്ടായേക്കാം. ശരീരത്തിന് ക്ഷീണം, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ഉത്തമമാണ്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മവിശ്വാസവും ഉത്സാഹവും ഉയരുന്ന കാലഘട്ടമാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങാനാകും. കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. വിദേശബന്ധം ഗുണകരമായിരിക്കും. ബിസിനസ് രംഗത്ത് വിപുലീകരണവും
അവയിൽ നിന്ന് ലാഭവർധനവും ഉണ്ടാകും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും. ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. പഴയ കുടിശ്ശികകൾ ലഭിക്കുവാൻ ഇടയുണ്ട്. നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയമാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധങ്ങളിൽ തുറന്ന ആശയവിനിമയം നടത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. എന്നാൽ യാത്രകളിൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. ശരീരത്തിന് ക്ഷീണം തോന്നാം. അതിനാൽ വിശ്രമവും ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാഴ്ചവെക്കാനാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന വാരമാണ്. ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും ഫലം കാണാനാകും. കർമ്മരംഗത്ത് സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകും. കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. മേലധികാരിയുടെ വിശ്വാസം നേടാനാകും. ബിസിനസ്സിൽ ലാഭവർധനവ് ഉണ്ടാകും. പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂലമായ വാരമാണ്. ശരിയായ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും. മുതിർന്നവരുടെയും പരിചയസമ്പന്നരുടെയും ഉപദേശം വഴികാട്ടിയാകും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും ഇടയാകും. സാമ്പത്തികമായി ഉയർച്ചകൾ ഉണ്ടാകും. എന്നാൽ കുടുംബ ആവശ്യങ്ങൾക്കായി ചിലവുകളും ഉണ്ടാകും. കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും. മുതിർന്നവരുടെ അനുഗ്രഹം ലഭിക്കും. എല്ലാ കാര്യത്തിലും ആത്മസംയമനം പാലിക്കണം. ശരീരത്തിന് ക്ഷീണം, വേദന എന്നിവ അനുഭവപ്പെടാം. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന കാലഘട്ടമാണ്. ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. ടെക്നോളജി, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും. എന്നാൽ അവ വളർച്ചയ്ക്ക് സഹായകരമാവുകയും ചെയ്യും. കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഗുണപ്രദമായിരിക്കും. പുതിയ ജോലി കിട്ടുന്നതിനും പ്രമോഷൻ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് വിപുലീകരണം ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനാകും. കുടുംബത്ത് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കുന്നതാണ്. ഭാവിയിൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പുതിയ ബന്ധങ്ങളോ സൗഹൃദങ്ങളും ഉടലെടുക്കാം. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക. ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മീയ വളർച്ചയും ഉള്ളിലെ സമാധാനവും നൽകുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളെയും ഒരു പോസിറ്റീവ് മനസ്സോടുകൂടി കാണാൻ സാധിക്കും. കർമ്മരംഗത്ത് സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകും. സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഒരുങ്ങും. ഉത്തരവാദിത്വവും കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കാം. വരുമാനവും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങൾക്ക് ധനച്ചിലവുകൾ വന്നു ചേരും. കുടുംബജീവിതത്തിൽ സ്നേഹവും സമാധാനവും ഉണ്ടാകും. ദമ്പതികളുടെ ഇടയിലെ ജീവിതം സന്തോഷകരമായിരിക്കും. കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ സമയം ചെലവിടാനാകും. ബന്ധങ്ങളിൽ കൂടുതൽ കരുതലുകളും മനസ്സിലാക്കലുകളും ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. ശരീരത്തിന് ക്ഷീണവും ഉണ്ടായേക്കാം. ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്.